Previous days we discussed the topic Tolstoy farm by Gandhiji. The topic is over and today we are going to discuss its textual activities. Okay, let's start. വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗാന്ധിജിയുടെ ടോൾസ്റ്റോയ് ഫാം എന്നുള്ള പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലെ പ്രവർത്തനങ്ങളാണ്. Let's read and reflect. In Tolstoy farm, there is reference to various skills. Identify them and fill in the bubbles. Tolstoy farm അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ള ആളുകളുണ്ടായിരുന്നു, അന്തേവാസികളുണ്ടായിരുന്നു. തിരിച്ചറിയുക, അവ ഓരോന്നും ഈ ബബിളിൽ ചേർത്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ലിവിങ്. സ്വതന്ത്രമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നു. ഷൂ മേക്കിംഗ്, ഷൂ നിർമ്മാണം. ഗാർഡനിങ്, പൂന്തോട്ടം. കുക്കിംഗ്, പാചകം. കാർപ്പൻട്രി. Okay, ഇതൊക്കെ അവിടെയുള്ള പ്രത്യേകതയാണ്. The next one, 2. You must be familiar with Gandhiji's concept of education. By education, I mean all around drawing out of the best in the child and man body, mind and spirit. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു? വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ അകത്തുള്ള ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. How far is it true with the learning experience in the Tolstoy farm? Write your answer in a short paragraph. അപ്പോൾ ഈ ടോൾസ്റ്റോയ് ഫാമിലെ നമ്മുടെ വായനയുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം നമുക്കത് അനുഭവപ്പെട്ട് ബോധ്യമായി എന്നതിനെ അധികരിച്ചുകൊണ്ട് ഒരു ചെറിയ പാരഗ്രാഫ് തയ്യാറാക്കി. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 1. There were no servants on the farm and all the work, from cooking down to scavenging, was done by the inmates, says Gandhiji. അപ്പോൾ അവിടെ ജോലിക്കാരുണ്ടായിരുന്നില്ല. അവിടെ പാചകം മുതൽ വൃത്തിയാക്കൽ വരെയുള്ള എല്ലാ ജോലികളും അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഗാന്ധിജി പറയുന്നു. What is your opinion about this practice? ഈ പ്രാക്ടീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? Okay, he has prepared the boys and girls to do the house, hard work and independent living, okay, and everything. Okay, and he is provided the values of, okay, next one, Harida Keralam Organic Farming, Biodiversity Park and Swachh Bharat drive out some of the programs in the schools. They require the active participation of all students. They also include work that some people may hesitate to do. തീർച്ചയായിട്ടും ഹരിത കേരളം, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ്, സ്വച്ഛ് ഭാരത് ഒക്കെ നമ്മുടെ സ്കൂളുകളിലുള്ള ചില പ്രവർത്തനങ്ങളാണ്, പരിപാടികളാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല, പ്രവർത്തിക്കാറില്ല. കുറച്ചാളുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, സജീവമായിട്ട് പ്രവർത്തിക്കാറുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒഴിഞ്ഞു മാറാറുണ്ട്. ഡു ദീസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ഡിഗ്നിറ്റി ഓഫ് ലേബർ എമംഗ് ചിൽഡ്രൻ. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാംസ് കുട്ടികളുടെ ആ ഒരു ഡിഗ്നിറ്റിയെ, അന്തസ്സിനെ കുട്ടികൾക്കിടയിൽ ഈ തൊഴിലിനെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലേ? വാട്ട് ആർ യുവർ വ്യൂസ്? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ റൈറ്റപ്പ് ബേസ്ഡ് ഓൺ ദ മെയിൻ പോയിന്റ്സ്. മെയിൻ പോയിന്റ്സിനെ അധികരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റൈറ്റപ്പ് തയ്യാറാക്കുക. Okay, that's the first activity, write-up. The next one, 2. Gandhi says, it was my intention to teach everyone of the youngsters some useful manual vocation. ചെറുപ്പക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളതിനായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. List out the vocational skills mentioned in the text and complete the following. ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിൾ പൂർത്തീകരിക്കുക. എന്തൊക്കെയാണ് ഗാന്ധി പറഞ്ഞിരിക്കുന്ന പ്രധാന കൈത്തൊഴിലുകൾ? 2 columns. First one, vocational skills acquired from Tolstoy farm.
അവരെ ടോൾസ്റ്റോയ് ഫാമിൽ നിന്ന് ആർജിച്ചെടുത്ത കഴിവുകൾ എന്തൊക്കെയാണ്, കൈത്തൊഴിലുകൾ എന്തൊക്കെയാണ്, ദ ജോബ്സ് റിലേറ്റഡ് ടു ദ വൊക്കേഷണൽ സ്കിൽസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് അനുബന്ധ തൊഴിലുകൾ എന്തൊക്കെയാണ്. എക്സാമ്പിൾ കാർപ്പൻട്രി, അവരെടുത്തൊരു മരപ്പണി അല്ലെങ്കിൽ ആശാരിപ്പണി അവർ പഠിച്ചെടുത്ത ഒരു കൈത്തൊഴിലായിരുന്നു. അത് ടോൾസ്റ്റോയ് ഫാമിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു തൊഴിലുകൾ എന്തൊക്കെയാണ്, കാർപ്പൻറ്ററായിട്ട് നമുക്ക് മാറാം, ഫർണിച്ചർ ഡിസൈനായിട്ട് മാറാം, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറാം. ഓക്കെ, കുക്കിംഗ്, ദ ജോബ്സ് റിലേറ്റഡ് ടു ദ വൊക്കേഷണൽ സ്കിൽസ് ആർ കുക്ക്, ഷെഫ്, ക്വീസിനർ, സോ ഓൺ. നെക്സ്റ്റ് വൺ ഷൂമേക്കിംഗ്, ഷൂമേക്കർ, കോബ്ലർ, ഗാർഡനിങ്, gardener, horticulturist, landscaper. Okay, these are the things you can. Next one, everyone can benefit out of this type of vocational education as it provides an opportunity to learn a skill or trade. Discuss. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കുട്ടികളും ഇത് പഠിക്കുന്നത് കൈത്തൊഴിൽ വിദ്യാഭ്യാസമായിട്ടുള്ള കൈത്തൊഴിൽ പഠിക്കുന്നത് ഇത് അവർക്കൊരു അവസരം അതിന് നൽകുന്നുണ്ട് അല്ലേ. കഴിവായിട്ടും അതുപോലെ തന്നെ വാണിജ്യപരമായിട്ടൊക്കെ ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇത്തരത്തിൽ എനിക്ക് അത് സഹായമാകുന്നുണ്ട്. ഏൺ ലിവിങ് അല്ലേ, അവരുടെ ജീവിത സമ്പാദ്യം അല്ലേ, അവർക്ക് ജീവിതത്തെ സമ്പാദിക്കാൻ ഒരു കഴിവ് അതിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നുണ്ട്. സ്വയം തൊഴിൽ, സെൽഫ് സഫിഷ്യൻറ്റ്, സ്വയം പര്യാപ്തത. ദ ചൈൽഡ് വിൽ ബി ഏബിൾ ടു ഡു ഇലക്ട്രിക്കൽ, കാർപ്പൻട്രി, പ്ലംബിംഗ്, റിപ്പയേഴ്സ് ഹിംസെൽഫ്. അപ്പോൾ സെൽഫ് സഫിഷ്യൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലും കാർപ്പൻറ്ററും ഒക്കെ പഠിച്ച ഒരു വ്യക്തിക്ക് തങ്ങളുടെ വീടുകളിലൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾ അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ടതാണ്. കൺസോളിഡേറ്റ് യുവർ പോയിന്റ്സ് ആൻഡ് കണ്ടക്ട് എ ടോക്ക് ഷോ ഓൺ ദ ടോപ്പിക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് അച്ചീവിങ് സെൽഫ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ടോക്ക് ഷോ നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ടോക്ക് ഷോ നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വൺ എമംഗ് യു ക്യാൻ ബി ദ മോഡറേറ്റർ. നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇതിലെ മോഡറേറ്റർ, അധ്യക്ഷൻ. ഓക്കെ, ഇത് നിയന്ത്രിക്കുന്നത് നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. ലെറ്റ് സം അതേഴ്സ് ബി പാനലിസ്റ്റ് ആൻഡ് ഗസ്റ്റ്. മറ്റുള്ള ആളുകൾ അതിലെ പാനലിസ്റ്റുകളും ഗസ്റ്റുകളുമാണ് അല്ലേ. അഭിപ്രായം പറയുന്ന ആളുകളും അല്ലേ അതിൽ ഉള്ള മറ്റുള്ള ആളുകളൊക്കെയാണ്. ദ റിമൈനിങ് ആർ ദ ഓഡിയൻസ്. ബാക്കിയുള്ള ആളുകൾ കാഴ്ചക്കാരായിട്ട് വരുന്നു. സപ്പോസ് യു ആർ ദ ഹോസ്റ്റ്. നിങ്ങളാണ് ഇതിലെ അതിഥി അല്ലെങ്കിൽ അതിഥേയൻ. ഹൗ വിൽ യു കണ്ടക്ട് ദ ഷോ? നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് നടത്തുക? ഹിയർ ആർ ദ സ്റ്റെപ്സ്. ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. ഗ്രേറ്റിംഗ് ദ പാർട്ടിസിപ്പൻസ്. ആദ്യം പാർട്ടിസിപ്പൻസിനെ അഭിസംബോധന ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക, വണങ്ങുക. വെൽക്കമിങ് ദ ഗസ്റ്റ് ആൻഡ് ഓഡിയൻസ്. അവിടെയുള്ള ഗസ്റ്റിനെയും കാഴ്ചക്കാരെയും സ്വാഗതം ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്. പിന്നീട് ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്താണ് വിഷയം അതിനെക്കുറിച്ച് രാമകം നൽകുക. ഇൻട്രൊഡ്യൂസിങ് ഈച്ച് ഗസ്റ്റ് ടു ദ ഓഡിയൻസ്. ഇവിടെ ആരൊക്കെയാണ് ഗസ്റ്റ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് കാഴ്ചക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇൻവൈറ്റിംഗ് ദ ഫസ്റ്റ് ഗസ്റ്റ് ടു സ്പീക്ക്. ഇതിനുശേഷം ആ ഗസ്റ്റിൽ ഒരാളെ ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആളെ ക്ഷണിക്കുക. ഇൻവൈറ്റിംഗ് ദ അതർ ഗസ്റ്റ് ടു സ്പീക്ക് സബ്സീക്വൻ്റ്ലി. അതിനുശേഷം മറ്റൊരു ഗസ്റ്റിനെ അതേപോലെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുക. ഗിവിംഗ് ചാൻസ് ഫോർ ദ ഓഡിയൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കാഴ്ചക്കാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകുക. ദ ഗസ്റ്റ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ്. ചോദിക്കുന്ന ചോദ്യങ്ങളോട് അവിടെ അതിഥികളായിട്ടുള്ള ആളുകൾ അതുമായിട്ട് ഇതിനോട് പ്രതികരിക്കുന്നു. കൺക്ലൂഷൻ ബൈ ദ ഹോസ്റ്റ്. ഈ ഒരു നിയന്ത്രിക്കുന്ന ആൾ തന്നെ അത് അവസാനിപ്പിക്കുന്നു. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ടോക്ക് ഷോ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ തുടക്കം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ മോഡൽ ഗിവൺ ബിലോ. ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹോസ്റ്റ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എവരി വൺ ആൻഡ് ഓൾ. ഓക്കെ, ഗുഡ് മോർണിംഗ് വയ്ക്കാം, ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റും. പിന്നീട് ഐ ആം ഡാഷ്. അവിടെ നിങ്ങളുടെ പേര്. ഐ ആം രാഹുൽ. വി ഹാവ് ഗോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഷോ ഫോർ യു. Topic for the day is dash. Okay, the topic for the day is what is the topic? Topic കൊടുത്തിട്ടുണ്ട്. Vocational education for getting jobs and achieving self-development. Okay, എന്നുള്ളതാണ് അവിടുത്തെ ടോപ്പിക്. അതായത് ഓക്കെ, ദെൻ ഓഡിയൻസിനെ പരിചയപ്പെടുത്തുക.
Let's discuss the topic vocational education for getting jobs and development. This topic has great relevance because our main guest of the day are okay, we begin with Mrs. or Mr. Dash. We begin with Mr. Yes, John, Mr. George. Okay, could you please speak to us about guest one? Well, host, now let us ask Mr. or Mrs. Dash to respond. Okay, sir, madam, what do you say about it? Madam, sir, sir, madam. Second goes respond to the first. Guest 2. Discussion continues, the audience asks questions. Questions 1, 2, 3. The guest respond to the questions. Well, it is time to wind up this show. Dash. I'm sure the talk show has enlightened us all. Request all of you to think about the ideas to enrich your views. Thanks to all the participants and the viewers. Have a nice day. Model. Yes. Then activity 3, collect pictures, photographs, newspaper cuttings, cartoons, caricatures and other materials related to the main events in the life of Gandhiji. Using this, prepare an album about Gandhiji. You may give suitable captions and short descriptions wherever required. Photograph, newspaper cutting, cartoon, caricature, caricature. Then okay, materials. Gandhiji ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളോ കാരിക്കേച്ചറുകളോ ന്യൂസ് കട്ടിങ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ആൽബം തയ്യാറാക്കാൻ പറഞ്ഞേക്കണം, ഗാന്ധിജിയുടെ ആൽബം. ഓക്കെ, അതെല്ലാം തയ്യാറാക്കേണ്ടതുണ്ട്. You may give suitable captions and short descriptions wherever required. അപ്പോൾ ചിത്രത്തിന് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ്സിനൊക്കെ നമുക്ക് ഉചിതമായ രീതിയിലുള്ള അടിക്കുറിപ്പുകൾ, ക്യാപ്ഷൻസ് കൊടുക്കണം, വിവരണ രൂപത്തിൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഡു യുവർ സെൽഫ്. നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി നമ്പർ 1A. Read the sentences from eternity. The child was condemned to die of hunger. The woman went to various cries of horror. She pressed the baby to her heart. Mikali's heart trembled with joy. Now try to complete the table. Table പൂർത്തീകരിക്കാൻ പറഞ്ഞിരിക്കണം. Example: the child was condemned to die of hunger. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. A sentence usually has two parts, subject and predicate. ഒരു വാചകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സബ്ജക്റ്റ്, കർത്താവ്, മറ്റൊന്ന് പ്രിഡിക്കേറ്റ്, ആഖ്യാനം. ഇപ്പോൾ സബ്ജക്റ്റ് നമുക്കറിയാം പ്രധാന ഭാഗമാണ്, അതോടൊപ്പം തന്നെ പ്രധാന ക്രിയ ചെയ്യുന്ന ഭാഗമാണ് അത്. പ്രിഡിക്കേറ്റ് എന്നാൽ ഈ ഒരു വാചകത്തെ പൂർണ്ണമാക്കാൻ സഹായിക്കുന്ന ഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ ഭാഗത്തെ നമുക്കെന്ന് പറയാം, പ്രിഡിക്കേറ്റ് എന്ന് പറയാം, ആഖ്യാതം എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ: The child was condemned to die hunger എന്നതിൽ the child എന്നുള്ളത് സബ്ജക്റ്റ്, was condemned to die of hunger എന്നുള്ളത് ഇതിലെ predicate. Clear? Okay. Second one, the woman went to various cries of horror. The woman, that is the subject, predicate part of that sentence is went to various cries of horror. Next one, she pressed the baby to her heart. She is the subject, pressed the baby to her heart is the predicate. Fourth one,
Next one, Mikhai's heart trembled with joy. Mikhai. Okay, that is subject. Heart trembled with joy is predicate. Okay, next one B. Now read the passage below and identify the subject and predicates. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിലുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഭാഗങ്ങളും തിരിച്ചെഴുതുക. സബ്ജക്റ്റ് ദാറ്റ് ഈസ് noun phrase, predicate that is verb phrase. ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളുടെ കൂട്ടമാണ് predicate. Okay, subject noun phrase. Okay, the little child was crying for milk. That is the first sentence. Here subject is the little child was crying for milk is also the predicate part or verb phrase. Next one, Mikhai had no money in his pockets to buy milk. That is, here Mikhai is the subject is Mikhai had no money in his pocket to buy milk. That is predicate part. Another sentence, look at that. The poor boy approached the women around. That is the sentence, and here subject is the poor boy. Predicate part, approached the women around. Okay, next one, all the women in the camp who saw the child went to cries of horror. All the women in the camp. Okay, that is what subject saw the child went to cries of horror. That is predicate part. Okay, next one, a kind Chinese woman finally gave it milk. A kind Chinese woman, that is the subject, then finally gave it milk. That is predicate part. Next one, come on. In a typical sentence, a noun phrase, that is NP, is immediately followed by a verb phrase. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നത് എന്താവും വെർബ് ഫ്രേസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസിൽ എന്തുണ്ട്? നോൺ ഫ്രേസും ഉണ്ട്, പ്രെഡിക്കേറ്റീവ് അല്ലെങ്കിൽ വെർബ് ഫ്രേസും ഉണ്ട് അല്ലേ. അപ്പോൾ വെർബ് ഫ്രേസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി, ക്രിയ, അതിൻ്റെ കൂട്ടമാണ്. അപ്പോൾ അതാണ് പ്രെഡിക്കേറ്റ് പാർട്ട്. എന്താണോ സബ്ജക്റ്റ് ചെയ്യുന്നത് ആ ഭാഗം. ഓക്കെ, അതിനെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്? പ്രെഡിക്കേറ്റ് ഉപയോഗിക്കുന്നത്. എ നോൺ ഫ്രേസ് ക്യാൻ ബി എ നോൺ. നോൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്താവാം? ഒരു noun ആവാം. or a pronoun or a group of words that does the function of a noun. ഇത് തീർച്ചയായിട്ടും ഒരു നൗണോ സർവനാമമോ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകളോ ആവാം. അവ നൗണിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു. Verb phrase consists of a helping verb or a main verb which may or may not be followed by other words. Verb phrase എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് ആവാം, സഹായകതയാവാം, അല്ലെങ്കിൽ മെയിൻ വെർബ് ആവാം, ഓക്സി വെർബുകൾ പോലുള്ള വെർബുകളാവാം. അത് ഒന്നെങ്കിൽ മറ്റുള്ള വാക്കുകളുമായിട്ട് ഫോളോ ചെയ്യുന്നതോ അല്ലാത്തവയോ ഒക്കെ ആവാം. Now let's split the subject and predicate parts of the first sentence. The little child was crying for milk. നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം, വിഭജിക്കാം. പ്രെഡിക്കേറ്റ് പാർട്ടായിട്ട് സബ്ജക്റ്റ് പാർട്ടിനൊക്കെ ആയിട്ട് നോക്കാം. NP and VP, 2 columns boxes are there. The little child, that is NP, was crying for milk, that is VP or predicate. See, the little child, again divided, split like this. See, the little, then child. Then again the little child is divided. The is article or determiner. Little is adjective. Child is noun. Okay, then VP was crying for milk. Split like this. Look at that. Was crying for milk. Here again divided. Was crying like this. Was crying. Here helping verb is was. Verb is crying. That is okay. You can see the next one. For is preposition. Milk is noun. That's all. The head word of the noun phrase is a noun. That is child. ഇതിലെ ഹെഡ് വേർഡ് മുഖ്യ വാക്ക് എന്ന് പറയുന്നത് നോൺ ഫ്രേസ് ആണെങ്കിലുള്ള നൗൺ ഏതാണ്? ചൈൽഡാണ്. ദ അതർ വേർഡ്സ് ആർ യൂസ്ഡ് ടു ഗീവ് അഡീഷണൽ ഇൻഫർമേഷൻ. മറ്റുള്ള വാക്കുകളൊക്കെ ദ, ലിറ്റിൽ എന്നുള്ളതൊക്കെ എന്താണ്? ആ ഒരു ഹെഡ് നൗണിനെ കുറിച്ചുള്ള മറ്റുള്ള വിവരങ്ങൾ അഡീഷണലായിട്ട് നൽകുന്ന ചില വിവരങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് ചേർത്തുള്ളത്. ഓക്കെ, അതായത് ഹെഡ് നൗണിൻ്റെ മറ്റുള്ള വിവരങ്ങൾ കൂടുതൽ അഡീഷണലായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചിട്ടുള്ളത്? അഡീഷണൽ ആയിട്ടുള്ള ദ, ലിറ്റിൽ എന്നൊക്കെ ചേർത്തുള്ളത്. ദ എന്നുള്ളത് ആർട്ടിക്കിളാണ്, ഡിറ്റർമിനറാണ്. ലിറ്റിൽ എന്നുള്ളത് അഡ്ജക്റ്റീവാണ്, എന്നുവെച്ചാൽ നാമവിശേഷം, നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ദസ്, അപ്രകാരം. ദ ഒബ്ലിഗേറ്ററി എലമെൻറ്റ് ഇൻ എ നോൺ ഫ്രേസ് ഈസ് ദ നോൺ. തീർച്ചയായിട്ടും ഇതിലെ അടങ്ങിയിട്ടുള്ള നോൺ ഫ്രേസ്, ഇതിലെ പ്രധാന
ഘടകം എന്ന് പറയുന്നത് noun phrase noun തന്നെയാണ് അല്ലേ noun തന്നെയാണ് noun phrase-ലെ പ്രധാന ഘടകം any other element is option മറ്റുള്ള ഘടകങ്ങളൊക്കെ എന്താണ് ഓപ്ഷനാണ് പ്രധാനപ്പെട്ടതല്ല അതിനെ പ്രാധാന്യം എന്തിനാണ് ഹെഡ് വേർഡ് അല്ലെങ്കിൽ പ്രധാന വാക്യം തന്നെയാണ് determiner articles possessives and determinatives demonstratives which come before a noun are called determiners article ഏതൊക്കെയാണ് എയും ആനും ദായും possessives possessive my our your his her their its ഗാന്ധിസ് etc അവൻ്റെ അവളുടെ അവരുടെ ഇതിൻ്റെ എന്നൊക്കെ പറയുന്നത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരാളുടെ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഉടമസ്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റീവ്സ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ദിസ് ദാറ്റ് ദീസ് ദോസ് അല്ലേ ദിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് വല്ല ദൂരത്തല്ലാതെ തൊട്ടടുത്തുള്ളതിനാണ് ദിസ് ഉപയോഗിക്കുക കുറച്ച് ദൂരെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ദാറ്റ് ദീസ് ദോസ് അതുപോലെ ദീസ് ഒരു കൂട്ടം വസ്തുക്കളെ സൂചിപ്പിക്കാൻ ദീസ് അടുത്തുള്ളതിനെയും ദോസ് അകലെയുള്ളതിനെയും സൂചിപ്പിക്കും അപ്പോൾ ഇത്തരത്തിൽ ആർട്ടിക്കിളും പൊസീവ്സും ഡെമോൺസ്ട്രേറ്റീവ്സും അടങ്ങുന്നതാണ് ഏത് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനർ ഓക്കെ Now let's have a look at the following sentence. All the women in the camp who saw the child gave vent to cries of horror. Identify the noun phrase and the verb phrase. നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ ഏതാണ് അതിലെ all the women in the camp അല്ലേ എന്നുള്ളതാണ് എന്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോൺ ഫ്രേസ് എന്ന് പറയുന്നത് so the child gave vent to cries of horror എന്ന് പറയുന്നത് verb phrase. Okay. See the constituents of the noun phrase all the women in the camp who saw the child അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ എങ്ങനെ നോക്കാം വിഭജനം എങ്ങനെ നോക്കാം NP ഓക്കെ NP വരുന്നത് ഇങ്ങനെയാണ് all the women in the camp who saw the child ഇതിൽ all എന്നതാണ് പ്രീ ഡിറ്റർമിനർ മുൻപ് ഉപയോഗിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഇതായത് മുമ്പ് ചേർത്തിരിക്കുന്ന ഒരു വാക്കാണ് all അത് പ്രീ ഡിറ്റർമിനാണ് വുമൺ എന്നുള്ളത് എന്താണ് യെസ് നൗൺ ആണ് ഇൻ ദ ക്യാമ്പ് എന്നുള്ളത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് ഇവിടെ ഇൻ ആണ് ദ പ്രിപ്പോസിഷൻ അപ്പോൾ വാക്കുകളുടെ കൂട്ടത്തിൽ അടങ്ങിയിരിക്കുക പ്രിപ്പോസിഷൻ അടങ്ങിയിരിക്കുക വു സോ ദ ചൈൽഡ് റിലേറ്റീവ് ക്ലോസ് വാക്യത്തിൽ എന്തടങ്ങിയിരിക്കുക റിലേറ്റീവ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിനെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് പ്രയോഗം ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വു ആണ് വു സോ ദ ചൈൽഡ് അപ്പോൾ ദ റിലേറ്റീവ് ക്ലോസ് ആണ് പ്രീ ഡിറ്റർമിനേഴ്സ് ഓർ പ്രീ ആർട്ടിക്കിൾസ് ആർ those items which come before the determiner in an NP like half, half of, all of, etc. Predeterminers അല്ലെങ്കിൽ പ്രീ ആർട്ടിക്കിൾസ് അവയെല്ലാം സാധാരണയായിട്ട് ഒരു നോൺ ഫ്രേസിൻ്റെ മുൻപിൽ ഉപയോഗിക്കാറുണ്ട് എക്സാമ്പിൾ ഹാഫ് ലൈക്ക് ഹാഫ് ഓഫ് അല്ലേ ആൾ ഓഫ് അല്ലേ പ്രിഡിറ്റർമിനർ ഓഫ് ആൾ ഓഫ് half of ഉണ്ടോ മുമ്പിൽ ഉപയോഗിച്ചു പത്രത്തിൽ ഉപയോഗിക്കുന്നു The structure of the noun phrase of the sentence can be as follows. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും നോൺ ഫ്രേസ് VP ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി NP എങ്ങനെ ആയിരിക്കും പ്രീ ഡിറ്റർമിനർ അഡ്ജക്റ്റീവ് നൗൺ പ്രിപ്പോസിഷണൽ ഫ്രേസ് റിലേറ്റീവ് ക്ലോസ് NP ഇങ്ങനെ വരും ഇതേപോലെ തന്നെ പ്രീ ഡിറ്റർമിനർ ഓൾ വരും ഡിറ്റർമിനർ ഇത് വരും യെസ് ദ വരും നൗൺ അഡ്ജക്റ്റീവ് എന്ത് വരും അതിൻ്റെ NPൻ്റെ പ്രീ ഡിറ്റർമിനർ വരും അഡ്ജക്റ്റീവ് വരും നൗൺ വരും പ്രിപ്പോസിഷണൽ ഫ്രേസ് പിന്നെ റിലേറ്റീവ് ക്ലോസും വരും ഓക്കെ യെസ് ഇത്തരത്തിലാണ് ഇതിന് വിഭജനം വരുന്നത് നൗ കംപ്ലീറ്റ് ദ ടേബിൾ A and B കോളംസ് വുമൻ അതെന്താണ് നൗണാണ് ദ വിമൻ എന്തായിരിക്കും ദ വിമൻ ദ ഡിറ്റർമിനർ പ്ലസ് നൗൺ ഓൾ ദ വിമൻ പ്രീ ഡിറ്റർമിനർ പ്ലസ് നൗൺ all the women in the camp predeterminer plus determiner plus noun plus prepositional phrase all the women in the camp who saw the child irum predeterminer plus determiner plus then noun plus prepositional phrase plus relative clause ingane varunathu clear idathilana adinte vibhajanam okay Analyze the subject part of the other sentences in the passage given above in the same way and identify the constituents. Work with your partner and write down the ideas you have discussed. നമ്മൾ മൈ ഐഡിയാസ് അതവിടെ ഇത് മൈ പാർട്ട്നേഴ്സ് ഐഡിയ അപ്പോൾ നമ്മൾ ഓരോന്നും എഴുതിയാണ് വേണ്ടത് ഓക്കെ ഡിറ്റർമിനർ അഡ്ജക്റ്റീവ് നോൺ ഫ്രേസ്
Okay, for example, the little child. The എന്താണ് for example ആണെങ്കിൽ the little child. The determiner little adjective, child noun. Mikari noun ആണ്. Okay, the poor boy. The determiner poor adjective, boy noun. A kind Chinese woman. Determiner a kind. Then what? Adjective Chinese. Kind Chinese, that is adjective. Chinese also adjective. Then woman is noun. Okay. Then what are your conclusions? Sentences has two parts. രണ്ട് ഭാഗങ്ങൾ, subject and predicate. The subject part is usually a noun phrase. സാധാരണയായിട്ട് noun phrase. Subject part എന്ന് പറയുന്നത് എന്താണ്? Noun phrase ആയിരിക്കും. Noun phrase may consist of, ഒരു noun phrase-ൽ എന്തൊക്കെയാണ് ഉണ്ടാവാം? Predeterminer, പിന്നെ adjective, predeterminer, determiner, adjective, noun, പിന്നെ prepositional phrase, relative clause. ഇതൊക്കെയാണ് ഉണ്ടാവുക. The predicate is usually, സാധാരണയായിട്ട് predicate ആണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? A verb phrase. സാധാരണയായിട്ട് verb phrase ആണ് എന്നറിയപ്പെടുന്നത് predicate എന്നറിയപ്പെടുന്നത്. Let us see what a verb phrase consists of. ഒരു verb phrase എന്തൊക്കെയാണ് ഉണ്ടാവാം? Look at the picture and identify the verb phrase in the sentences given below. ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയാണ് ആ ഒരു ചിത്രത്തിൽ ഉള്ള സെന്റൻസിൽ കൊടുത്തിട്ടുള്ള verb phrase എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാൻ തിരിച്ചറിയാം. Come on, example. The duckling left the pool. അതിൽ പറഞ്ഞിരിക്കുന്നത് let analyze the verb phrase of one of the sentences. ഒരു സെന്റൻസിന്റെ verb phrase നമുക്ക് അനലൈസ് ചെയ്യാം. Read the sentences again and identify the verb phrases along with its constituents. അപ്പോൾ ഓരോന്നിൻ്റെയും കോൺസ്റ്റുവൻസ്, ആ ഘടന, പാറ്റേൺ ഇതേപോലെ തിരിച്ചെഴുതാറുണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ട് എന്താണ്? The duckling left the pool in the morning. ഓക്കെ, യെസ്, ഇവിടെ left the pool in the morning ആണ് എന്ത്? verb phrase. അപ്പോൾ നോക്കാം എങ്ങനെ തിരിച്ചുള്ളത്. left the pool, left is VP, the pool is NP, in the morning is prepositional phrase. Come on. A verb phrase consists of a finite verb alone or a finite verb with some other words which give additional details about the verb. ഒരു verb phrase എന്ന് പറയുന്നത് അത് finite verb ഉണ്ടാവും അല്ലേ? അത് ഒരു verb മാത്രമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള വെർബിൻ്റെ കൂടെയുള്ള ചില അഡീഷണൽ ഇൻഫർമേഷൻ നൽകുന്ന വേറെ ഡീറ്റെയിൽസും വെർബിൻ്റെ കൂടെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാറുണ്ട്. Now read the sentences again and identify the verb phrases along with its constituents. അപ്പോൾ ഇവിടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. അവയുടെ കോൺസ്റ്റുവൻസ്, ഘടന, പാറ്റേൺ, കോൺസ്റ്റുവൻസ് തിരിച്ചെഴുതുക എന്നുള്ളത്. അതിനനുസരിച്ച് തിരിച്ചെഴുതിയിട്ടുണ്ട് എ കോളത്തിൽ, അതിനനുസരിച്ചുള്ള സെൻറ്റൻസ് ബി കോളത്തിലും എഴുതാം. എക്സാമ്പിൾ, വെബ് ഫ്രേസ് ഡയറ്റ്. വെബ് ഫ്രേസ് പ്ലസ് നോൺ ഫ്രേസ്, അത് വരുന്ന സെൻറ്റൻസ് ഏതാ? കിൽഡ് ദ ഡക്ലിംഗ്. കിൽഡ് വെബ് ഫ്രേസ്, ദ ഡക്ലിംഗ് നോൺ ഫ്രേസ്. കമോൺ. വെബ് ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷൻ ഫ്രേസ്. കമോൺ. വാസ് waiting for its prey. Verb phrase was waiting for its prey, that is prepositional phrase. Next one, verb phrase plus noun phrase plus prepositional phrase. Took rest at the pond. Okay, took is verb phrase plus noun phrase plus prepositional phrase, that is took rest at the pond. Next one, verb phrase plus noun phrase. Left the pool, left the pool. Next one, verb phrase plus noun phrase plus prepositional phrase. Which one? Left the pool in the morning. Next one, make sentences your own with the following constraints in the verb phrase given below. തന്നിരിക്കുന്ന verb phrase അനുസരിച്ച് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതുക. VP, walked slowly. Okay, the baby cried. നമുക്ക് എഴുതാം. Next one, VP plus NP. You can write mechanic, carriage, or walked slowly to the post office. You can write. Then VP plus NP plus prepositional phrase. Carried the baby on his shoulder, or walked slowly to the post office. Plus NP, you can write he met a Chinaman. Fifth one, VP plus NP plus prepositional phrase. The Chinaman took him to his home. VP, you can write the baby slept. Okay, like this. Can write. Then next one, you can see there is a picture, cartoon is there. Take only one piece of cake. We need to keep the lion's share of the cake for the guest. What a lion's share?
what they learn here. Don't panic, Bobo. Learn share means major share. The major share of the cake is for our guest. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഷെയർ അതൊരു ഇഡിയമാണ്. ഇഡിയത്തിൻ്റെ അർത്ഥം മേജർ ഷെയർ അല്ലെങ്കിൽ അതിൻ്റെ സിംഹഭാഗം, ഭൂരിഭാഗം, വലിയൊരു അളവ് എന്നാണ്. അതായത് പറയാണ് അമ്മ കുട്ടിയോട് പറയാണ് ഒരു ചെറിയ കഷ്ണം കേക്ക് എടുത്താൽ മതി, ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഗസ്റ്റുള്ളതാണ്. അപ്പോൾ സിംഹഭാഗം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടി അമ്മയോട് ചോദിക്കുമ്പോൾ പറയുകയാണത് സിംഹഭാഗം, വലിയ അളവ് വിരുന്നുകാരനാണ് എന്ന് പറയുന്നത്, അതിഥിക്കാണെന്ന് പറയുന്നു. Yes, students, we completed all activities of this topic. I think all of you got the idea about these activities. Anyway, we can continue the next class. In that class, we can discuss the new topic and new units. Okay, have a nice day. Thank you.